എയർ കേരള എന്ന പേരിൽ വിമാന സർവീസ് പ്രഖ്യാപിച്ച ദുബൈയിലെ മലയാളി വ്യവസായികൾ. സെറ്റ് ഫ്ലൈ ഏവിയേഷന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചതായി സംരംഭകർ പറയുന്നു. ആഭ്യന്തര സർവീസ് തുടങ്ങുന്നതിനാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ NOC ലഭിച്ചതെന്ന് ചെയർമാൻ അഫി അഹമ്മദ്, വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട എന്നിവർ പറഞ്ഞു. തുടക്കത്തിൽ ടയർ 2, ടയർ 3 നഗരങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും സർവീസ്. MC നാസർ ദുബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. നാസർ, എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? കാത്തിരുന്ന ഒരു പദ്ധതിയാണ് എയർ കേരള. നേരത്തെ സംസ്ഥാന സർക്കാർ ഇത് ആവിഷ്കരിച്ചിരുന്നെങ്കിൽ നടപടിക്രമം മുന്നോട്ട് പോയില്ല. ആ ഒരു ഘട്ടത്തിലാണ് എയർ കേരള എന്ന പേരിൽ തന്നെ ഒരു വിമാന സർവീസ് പ്രഖ്യാപിച്ചുകൊണ്ട് മലയാളി വ്യവസായ പ്രമുഖർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അല്പം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അഫി അഹമ്മദും അതോടൊപ്പം തന്നെ അയ്യൂബ് കല്ലടയുമാണ് വാർത്താ സമ്മേളനത്തിൽ ഈ എയർ കേരള പദ്ധതിയുടെ പ്രാഥമിക ഘട്ടവും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഇപ്പോൾ അല്പം മുമ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവർ തന്നെ ഇപ്പോൾ നമുക്ക് ഒപ്പമുണ്ട്. അഫി അഹമ്മദ്, എന്താണ് ഇപ്പോൾ എയർ കേരള യാഥാർത്ഥ്യമാകാനുള്ള ഒരു ഘട്ടം കഴിഞ്ഞുവെന്ന് ഈ സമയത്ത് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും, 100% പറയാൻ പറ്റും. ഇതിൻ്റെ ആദ്യത്തെ NOC നമ്മൾക്ക് കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത AOC ആണ്. അത് ഈ എയർക്രാഫ്റ്റ് I think 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഇതിപ്പോൾ ആഭ്യന്തര സർവീസിനാണ് അനുമതി കിട്ടിയിരിക്കുന്നത്. ഗൾഫിലെ പ്രവാസികൾ കാത്തിരിക്കുന്നത് നിരക്ക് കുറഞ്ഞ ഒരു സർവീസ് ഇങ്ങോട്ട് വരണം എന്നുള്ളതാണ്. അത് 5 കൊല്ലം എന്ന നിബന്ധന നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോൾ ഇല്ല, ഇപ്പം 5 കൊല്ലം എന്ന നിബന്ധന നിലനിൽക്കുന്നില്ല. 20 ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നീട് അത് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ഇൻ്റർനാഷണലിലേക്ക് വരാൻ പറ്റും. അതിനാണ് ഇപ്പോൾ ലാസ്റ്റ് ഇന്ത്യയിൽ അനുവദിച്ച എയർലൈൻസ് ഇപ്പം 17 മാസം കൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അയ്യൂബ്, ഇത് പ്രാഥമികമായിട്ടുള്ള നടപടിക്രമം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് കടമ്പകൾ ബാക്കിയുണ്ട്. അതിനോട് ഗൾഫിലെ മലയാളി സമൂഹം ഏതർത്ഥത്തിൽ പ്രതികരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇല്ല, ഈ പ്രാഥമിക ഘടകങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു മുമ്പ് തന്നെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തിക്കൊണ്ട് പോസ്റ്റ് ഓഫീസിന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓഫീസുകൾ സൗകര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ CS നമ്മളെ കൂടെ ഉണ്ട്. എല്ലാ ടീമും നമ്മൾ സെറ്റാക്കിയിട്ടാണ് നമ്മൾ ഇതിന് മുതിർന്നത്. നമ്മൾ പ്രതീക്ഷയില പെട്ടെന്ന് തന്നെ നമുക്ക് NOC ലഭിച്ചിട്ടുണ്ട്. അത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിത്തിൻ നോർമലി 8 മാസമാണ് AOC കിട്ടാൻ സാധ്യതയുള്ളത്. പക്ഷേ നമ്മൾ അതിനു മുമ്പ് തന്നെ അത് നേടിയെടുക്കാൻ കഴിയുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം. അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കും. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പങ്കാളിത്തം ഇതിൽ ഉണ്ടാവുമോ? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പങ്കാളിത്തം ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് തീർച്ചയായിട്ടും നമ്മൾ സമീപിക്കും. സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന് നല്ല ഇതുവരെയുള്ള അപ്രോച്ച് നല്ല രീതിയിലുള്ള അപ്രോച്ചാണ്. ഇനി കൂടുതൽ നമ്മൾ സമീപിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും. അമൃത, ഈ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഒരു പങ്കുവെക്കുന്ന അഫി അഹമ്മദും അയ്യൂബ് കല്ലടയും. പ്രധാനമായിട്ടും ഗൾഫിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ കൊള്ള വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കെ 4ഉം 5ഉം ഇരട്ടിയാണ് ഇപ്പോൾ വിമാന നിരക്ക് വർദ്ധിച്ചിരിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ എയർ കേരള എന്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫിലെ മലയാളികൾക്ക് അതിൻ്റെ മെച്ചം കിട്ടുമെന്ന ഒരു പ്രതീക്ഷയാണ് ബാക്കിയുള്ളത്.